വിയറ്റ്നാമിലുള്ള ചോം ചോം പഴങ്ങളെ കുറിച്ച് എത്ര പേർക്കറിയാം? പക്ഷെ എനിക്കറിയാട്ടോ. കാരണം നമ്മുടെ റംബൂട്ടാൻ തന്നെ ആള്. മറ്റൊരു പേരാണെന്നേ ഉള്ളൂ. കഴിഞ്ഞ 3 കൊല്ലമായിട്ട് വീട്ടിൽ റംബൂട്ടാൻ കായ്ക്കാൻ തുടങ്ങി. കഴിഞ്ഞ കൊല്ലവും അതിന് മുന്നത്തെ കൊല്ലവും വലിയ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നെങ്കിലും ഈ കൊല്ലം ഞങ്ങളെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് അവൻ കുറച്ചധികം ഉണ്ടായി. കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറയുന്ന പോലെയായിരുന്നു കഴിഞ്ഞ കൊല്ലവും അതിന് മുന്നത്തെ കൊല്ലമൊക്കെ. ഞങ്ങൾ കുറെ പ്രതീക്ഷിച്ചെങ്കിലും ഒന്നും കിട്ടിയില്ല. പക്ഷെ ഈ കൊല്ലം അങ്ങനെയല്ല കേട്ടോ. ആള് ഞങ്ങളെ നന്നായി സന്തോഷിപ്പിച്ചു. വളരെയധികം ആന്റി ഓക്സിഡന്റുകളും വൈറ്റമിൻ സിയും ഒക്കെ ധാരാളമുള്ള ഒരു സൂപ്പർ ഫ്രൂട്ട് കൂടിയാണ് കേട്ടോ നമ്മുടെ റംബൂട്ടാൻ. പുറമേ കാണുമ്പോൾ പരുക്കനാണെന്ന് തോന്നുമെങ്കിലും അടുക്കുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ചില ആൾക്കാരെ പോലെയാണ് ഈ റംബൂട്ടാൻ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. നിങ്ങൾക്ക് എന്നാ തോന്നുന്നേ? അപ്പൊ ഞാൻ എന്നെ പറഞ്ഞു വന്നേന്ന് വെച്ചാ, ഈ റംബൂട്ടാൻ കണ്ട് ആരും ഇപ്പൊ ഇങ്ങോട്ട് ഓടി വരാനൊന്നും നിൽക്കണ്ട, ഇതൊക്കെ അപ്പോഴേ തീർന്നുപോയി എന്നാണ്. അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. എന്ന് സ്വന്തം